ഈ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ MG പ്രതീഷ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്, വെൽക്കം ടു ഗുരുവായൂർ ടെമ്പിൾ. ഒരുപാട് ഭക്തജനങ്ങൾ ഗുരുവായൂരുണ്ട് പ്രതീഷെ. അപ്പോൾ അതിനിടയിൽ കുറച്ച് രാഷ്ട്രീയ വാർത്തകൾ കൂടി നമുക്ക് ചോദിക്കണമല്ലോ. ഈ സർക്കാർ ഗവർണർ പോരും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഗസയിൽ നടക്കുന്ന യുദ്ധം പോലെയാണ് ഇത്. ഇന്നും നാളെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല. ആരും അയയാൻ പാടില്ല. അഥവാ തൊമ്മനയുമ്പോൾ ചാണ്ടി മുറുകും തൊമ്മനയും അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? രാജ്ഭവൻ സർക്കാർ തർക്കം എവിടെയെങ്കിലും എത്തി? ഇതൊന്ന് അവസാനിച്ച് കിട്ടുമോ? വെരി ഗുഡ് മോർണിംഗ് SKN. ഓരോ ദിവസം കഴിയുന്തോറും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കൂടുതൽ കടുക്കുകയാണ്. കാരണം പ്രധാനമായും ഗവർണറെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത് SFI തുടരുന്ന പ്രതിഷേധമാണ്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ഓരോ ദിവസവും കുറവില്ല. നിരവധി തവണ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു. ഇന്നലെ തലസ്ഥാനത്ത് ഗവർണർ മടങ്ങിയെത്തുമ്പോൾ ഇന്നലെയും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രമല്ല, പുതുവത്സര തലേന്ന് കണ്ണൂരിൽ ഗവർണറുടെ കോലം കത്തിച്ച നടപടിയും ഗവർണറെ വലിയ തരത്തിൽ നീരസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ഒരു യുദ്ധത്തിന് തന്നെ ഒരുങ്ങിയ നിലയിലാണ് ഗവർണർ. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളടക്കം അത്തരത്തിൽ സൂചിപ്പിക്കുന്നു. യാതൊരു തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കും താൻ വഴങ്ങില്ല എന്ന നിലപാട് തന്നെയാണ് ഗവർണർ ആവർത്തിക്കുന്നത്. ഇന്നലെയും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗവർണർ വിമർശനം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തനിക്കെതിരായ എല്ലാ പ്രതിഷേധങ്ങൾക്കും പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് ഗവർണർ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, നിരവധി ബില്ലുകൾ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. ആദ്യഘട്ടത്തിൽ സർക്കാർ അനുനയ സമീപനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം രാജ്ഭവനിലെത്തി സംസാരിച്ചെങ്കിലും ഗവർണർ വഴങ്ങിയിരുന്നില്ല. ആ ബില്ലുകൾ ഇപ്പോഴും അതേപടി രാജ്ഭവനിൽ തുടരുകയാണ്. അടുത്ത നിയമസഭാ സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനം വരാനിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ സമ്മേളനത്തിലും അതിനു മുന്നത്തെ സമ്മേളനത്തിലും പാസാക്കിയ ബില്ലുകൾ പോലും ഇപ്പോൾ ഒപ്പിടാതെ രാജ്ഭവന്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. നിയമപരമായി നേരിടുമെന്ന് സർക്കാർ പറയുമ്പോഴും അതിൽ വലിയ കാലതാമസങ്ങൾ നേരിടാം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം സർക്കാരിനോ ഇല്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രതികരിച്ചപ്പോൾ ഇതിന് ഒരു പരിഹാരം എങ്ങനെ കാണുമെന്ന് ഗവർണറോട് ചോദിക്കുമ്പോൾ അതിന് ഗവർണറും യാതൊരു മറുപടിയും പറയുന്നില്ല. താൻ സുപ്രീം കോടതി വിധികൾക്കും സുപ്രീം കോടതി നിയമങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു പ്രതികരണമാണ് ഗവർണർ നടത്തുന്നത്. മാത്രമല്ല, ഈ ബില്ലുകളിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും അങ്ങനെ വ്യക്തത വരുത്തിയാൽ താൻ ഒപ്പിടും എന്ന നിലപാട് തന്നെയാണ് ഗവർണർ സ്വീകരിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ തുടർ പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതേസമയം ഈ പ്രതിസന്ധി എങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ബഡ്ജറ്റ് സമ്മേളനം വരുന്നു. ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഗവർണർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും ആശങ്കയുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു ഭരണ പ്രതിസന്ധി ഉണ്ടാകും. നിർണായക ബില്ലുകളാണ് ഗവർണറുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാമെന്ന ഒരു ആലോചനയിലാണ്. നിയമപരമായ രീതിയിലും ഒപ്പം ഏതെങ്കിലും തരത്തിൽ മറ്റ് സാധ്യതകളും സർക്കാർ ആലോചിക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.